ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സിംഗർ C5205 എന്ന മോഡലാണ്. ഇതിൽ സ്റ്റിച്ച് വരുന്നത് 80 സ്റ്റിച്ചാണ് വരുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ അൺബോക്സിങ്ങും ഡെമോ വീഡിയോയും കാണാം. നമ്മളെ മെഷീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് ഇലക്ട്രോണിക്സ് മെഷീനാണ്. ഈ മെഷീൻ 4 കളറിൽ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ റിവേഴ്സ് ബട്ടനാണ് വരുന്നത്, ലിവറായിട്ടല്ല ബട്ടനായിട്ടാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ് നോബ് ആദ്യമൊക്കെ നമ്മളിങ്ങനെ തിരിച്ചു കൊടുക്കലായിരുന്നു. ഇതിൽ നമുക്ക് പ്രോഗ്രാം ബട്ടനായിട്ടാണ് വരുന്നത്. അതിൽ തന്നെ നമുക്ക് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രാം ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നത് നമ്മളെ ആക്സിലേറ്റർ ഫൂട്ട് വരുന്നത് സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. നമുക്ക് ചവിട്ടാനുള്ളത് സെപ്പറേറ്റ് ആയിട്ട് കോഡ് വയറും കറണ്ടിനുള്ളത് സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു സ്വിങ് കിറ്റ് വരുന്നുണ്ട്. അതിൽ 8 പ്രഷർ ഫൂട്ടും 3 ബോബിൻ പിന്നെ കട്ടർ അങ്ങനെ കുറച്ച് ഐറ്റങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നത് ഈ ചെറിയൊരു ടേബിൾ വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണിക്കാം. ആ സ്വിങ് കിറ്റ് ഉണ്ട് ഫ്രണ്ടിലുള്ള നമ്മൾ ബോബിൻ കേസ് ഇത് ഊരിയിട്ട് നമുക്കിതവിടെ ഫിറ്റ് ചെയ്യാം. കണ്ടോളൂ, അതിങ്ങനെ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തയ്ക്കാനൊക്കെ അത്യാവശ്യം നല്ല സുഖമായിരിക്കും. ഉണ്ടോ, ഇതാണ് പിന്നെ ഇതാണ് പ്രഷർ വുഡ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ കൂടെ പ്രഷർ വുഡ് വരുന്നത് ബ്ലിൻഡ് ചെയ്യാനുള്ളത്, ഓവർലോക്ക്, പിന്നെ റോൾ ചെയ്യാനുള്ള 2 എണ്ണം വരുന്നുണ്ട്, പിന്നെ ഷിബ് അടിക്കാനുള്ളത്, പിന്നെ സാറ്റിൻ ബട്ടണോട് ബട്ടൺ സ്റ്റിച്ച്. പിന്നെ ഇതാണ് ഇതിൻ്റെ പ്രോഗ്രാം ബട്ടണും ഡിസ്പ്ലേയും. ഈ മേലോട്ട് 2 ബട്ടൺ നിൽക്കുന്നില്ല, ആരോ മാർക്ക്, അതാണ് നമ്മളെ പ്രോഗ്രാം ബട്ടൺ. മറ്റേ 4 ബട്ടനാണ്, ഇപ്പം ഞാൻ കാണിക്കുന്ന 2 ബട്ടനാണ് നമുക്ക് വിത്ത് കൂട്ടാനുള്ളത്. താഴത്തും മേലോട്ടുള്ളതാണ് നമുക്ക് നീളം ലെങ്ത്ത് കൂട്ടാനുള്ളത്. പിന്നെ ഈ കാണിക്കുന്ന ബട്ടനാണ് നമ്മളെ റിവേഴ്സ് ബട്ടൺ. മറ്റേ നമ്മൾ ലിവറായിരുന്നു ഇങ്ങനെ താഴത്തോട്ട്. ഇത് ബട്ടൺ പ്രസ് ചെയ്താൽ തന്നെ നമുക്ക് കെട്ടിട്ടടിക്കാം. പിന്നെ ആ കാണിക്കുന്നതാണ് നമ്മളെ ത്രെഡ് ടൈറ്റ് ചെയ്യുന്നതും ലൂസാക്കുന്നതും ത്രെഡ് ടെൻഷൻ. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മളെ ആക്സിലേറ്റർ ഫൂട്ടർ. അതുകൊണ്ടോ തനിയെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത് ഇവിടുന്ന് കണക്ഷൻ അങ്ങോട്ട് കൊടുക്കും. പവറിനുള്ള കണക്ഷൻ സെപ്പറേറ്റ് ആയിട്ട് അങ്ങോട്ടും കൊടുക്കും. അപ്പോൾ നമുക്ക് മെഷീൻ ഓണാക്കിയിട്ട് റൺ ചെയ്ത് നോക്കാം. മെഷീൻ ഓണായി, LED ലൈറ്റൊക്കെ ഉണ്ട്. തയ്ച്ച് നോക്കാണ്. ജസ്റ്റ് വാട്ട്സ് വരുന്നത് ഞാൻ പറഞ്ഞു 85 വാട്ട്സാണ് ഇതിന് വരുന്നത്. അപ്പോൾ അതാണ് ബോബിൻ വൈൻഡിങ്ങിന് 2 ബോബിൻ വൈൻഡിങ് സ്പൂൺ ഉണ്ട്. ഒന്ന് വീതി ഇങ്ങനെ വിലങ്ങനെ വയ്ക്കാനുള്ളത്, ഒന്ന് നീളത്തിൽ വയ്ക്കാനുള്ളതും, ഒന്ന് ബോബിൻ വൈറ്റിക്കുള്ള ബോബിൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ബോബിൻ വൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടോ, ഓപ്പോസിറ്റ് അവിടുന്ന് ഇങ്ങനെ ഇൻഡു ആകൃതിയിൽ ഇങ്ങനെ ആ ഡിസ്കിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ട് ബോബിനിൽ ചുറ്റിയിട്ട് ബോബിൻ ഇങ്ങോട്ട് പ്രസ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് ആക്സിലേറ്റർ ചവിട്ടി കഴിഞ്ഞാൽ പിന്നെ ബോബിൻ കേസിലിട്ടിട്ട് ഷട്ടലിൻ്റെ ഉള്ളിൽ ഇടുന്ന ക്ലോസ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഇനി ത്രെഡിങ് എല്ലാ മെഷീനിലും ഒരേ ത്രെഡിങ് തന്നെയാണ്. മേലിടുമ്പോൾ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ടുള്ളൂ. പിന്നൊക്കെ കറക്റ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഇടുമ്പോൾ ഈ പ്രഷർ വുഡ് മേലോട്ട് പൊക്കി വെക്കാൻ മറക്കരുത്. അത് പൊക്കി വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഡിസ്ക് ലൂസായിട്ട് അതിൽ ത്രെഡ് കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. ഇനി നമ്മളിങ്ങനെ അവിടെ നിന്ന് U-ടേൺ എടുത്ത് ഇങ്ങനെ ത്രെഡ് ഇടുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ടേക്കപ്പ് ലിവർ എന്ന് പറഞ്ഞൊരു കമ്പിയുണ്ട്, അതിങ്ങനെ പൊന്തി വരും. അപ്പോൾ പിന്നെ നമ്മൾ ഈസി ത്രെഡിങ് ഉണ്ട് കേട്ടോ. നീഡിൽ കാഴ്ചക്കുറവൊക്കെ ഉള്ളവർക്ക് നല്ല സിമ്പിളായിട്ട് ത്രെഡ് കോർക്കാനുള്ളൊരു ഈസി നീഡിൽ ത്രെഡിങ് ഉണ്ട്. പിന്നെ നമുക്കാണെങ്കിൽ സിമ്പിളായിട്ട് ഇങ്ങനെ കോർക്കും ചെയ്യാം. ഇനിയിപ്പോൾ അടിനൂല് കോർത്തെടുക്കും. വീലൊന്ന് തിരിച്ചിട്ട് അടിനൂലിങ്ങനെ മേലോട്ട് കോർത്തെടുത്ത് കഴിഞ്ഞാൽ 2 നൂലും കൂടി പ്രഷർ വുഡിൻ്റെ ബാക്കിലോട്ട് അവിടെ കട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നമുക്ക് ചെറുതായിട്ട് ത്രെഡ് കട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പുറത്ത് ചെറിയൊരു ബ്ലേഡ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. ഇതാണ് 00 എന്ന് പറയുന്നതാണ് നമ്മുടെ നോർമൽ സ്റ്റിച്ച്. അതാണ് നോർമൽ സ്റ്റിച്ച്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ലെങ്ത്ത് കുറച്ചിട്ടുള്ള സ്റ്റിച്ചാണ് ഇപ്പോൾ അവിടെ ചെയ്യുന്നത്. പിന്നെ ഇതിൽ ഈ ഫങ്ഷൻ സ്റ്റിച്ച് എന്ന് പറയും. ഫങ്ഷൻ സ്റ്റിച്ച് എന്താ പറയുക, റിവേഴ്സ് അടിക്കുന്ന കേട്ടോ. റിവേഴ്സ് അടിക്കുന്ന ഒന്നുകൂടി കാണിക്കാം. ഉണ്ടോ, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സ് വരും. പിന്നെ
അപ്പോൾ ഈ ഫങ്ഷൻ സ്റ്റിച്ച് എന്ന് പറയും. ഫങ്ഷൻ സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ ഒരു മെഷീനെ കൊണ്ട് നമുക്ക് എന്തൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും, എന്തൊക്കെ മോഡൽ വർക്ക് ചെയ്യാൻ പറ്റും, ക്രിയേറ്റീവായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിനെയാണ് ഫങ്ഷൻ സ്റ്റിച്ച് എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. അതല്ലാതെ മെഷീനിൽ എത്ര സ്റ്റിച്ച് ഉണ്ട് എന്ന് അറിയണമെങ്കിൽ നമ്മൾ ഷോപ്പിൽ പോയിട്ട് തന്നെ ചോദിക്കണം, മെഷീനിൽ സ്റ്റാൻഡേർഡ് എത്ര സ്റ്റിച്ച് വരുന്നുണ്ടെന്ന് ചോദിക്കണം. അപ്പോൾ ആ ലെങ്ത്ത് കൂട്ടി തന്നെ മറ്റേ അടിച്ചത് കണ്ട, ലെങ്ത്ത് കുറച്ചടിച്ചതും കൂട്ടിയടിച്ചതാണ് അവിടെ കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ 9ാമത്തെ സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. കണ്ട ഇവിടെ 9 എന്ന് കൊടുത്തിട്ടുണ്ട്. കണ്ട ആ ഒരു കള്ളിയായിട്ടുള്ള സ്റ്റിച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കണ്ടോ സ്റ്റിച്ചിങ് ആണിത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 30ാമത്തെ സ്റ്റിച്ച്. 30ാമത്തെ സ്റ്റിച്ചാണ് ഒരു ചെറിയ പൂക്കൾ വന്നിട്ടുള്ള സ്റ്റിച്ചാണ്. കണ്ടോ നല്ല അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് നല്ല ഒരുവിധം ആൾക്കാർക്ക് നല്ല തയ്ക്കാൻ പറ്റും. 37ാമത്തെ സ്റ്റിച്ചാണ് ഇപ്പോൾ ചെയ്യാൻ. കണ്ടോ ക്രോസ് ആയിട്ടുള്ള സ്റ്റിച്ചാണ്. അടുത്തായിട്ടാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടാവും, ക്ഷമിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നതിന് താങ്ക്സ്.